ദെൻ നെക്സ്റ്റ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, IC എഞ്ചിന് നമുക്ക് പറയാനുള്ളത് എന്തായിരിക്കും? എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്ത് വെച്ചാണ് കമ്പസ്റ്റൻ നടക്കുന്നത്. എഞ്ചിന്റെ സിലിണ്ടർ, ദ ഫ്യൂൽ ഓഫ് ദി കമ്പസ്റ്റൻ ഓഫ് എയർ ഫ്യൂൽ ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദി എഞ്ചിൻ സിലിണ്ടർ. എഞ്ചിൻ സിലിണ്ടറിന്റെ അകത്ത് വെച്ച് കമ്പസ്റ്റൻ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? IC എഞ്ചിൻ എന്ന് പറയുന്നത്. അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അറൌണ്ട് 35 to 40% ആണ് അതിന്റെ എഫിഷ്യൻസി. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, നമ്മളിവിടെ കാണുന്ന എഞ്ചിനൊക്കെ എഞ്ചിന്റെ സിലിണ്ടർ ഉണ്ടാവും. സിലിണ്ടറിന്റെ അകത്ത് നമ്മൾ IC എഞ്ചിൻസ് വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എഞ്ചിൻസ് ഒക്കെ IC എഞ്ചിൻസ് ആണ്. സ്റ്റീം എഞ്ചിൻ അറിയാലോ, സ്റ്റീം എഞ്ചിൻ പണ്ട് കാലങ്ങളിലൊക്കെ ട്രെയിനിലൊക്കെ ഉപയോഗിച്ചിരുന്ന അല്ലെ, അതാണ് സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്നത്. സോ എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്ത് വെച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനെ IC എഞ്ചിൻ എന്ന് പറയുന്നു. എഞ്ചിന്റെ സിലിണ്ടറിന്റെ പുറത്ത് വെച്ച് കമ്പസ്റ്റൻ നടക്കുന്നതിനെ അല്ലെ, കമ്പസ്റ്റൻ നടക്കുന്നതിനെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനല്ല, കമ്പസ്റ്റൻ നടക്കുന്നതിന് തന്നെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പറയാട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയി. എങ്കിലും കമ്പസ്റ്റൻ നടക്കുന്ന എഞ്ചിൻ സിലിണ്ടർ പുറത്താണെങ്കിൽ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, കമ്പസ്റ്റൻ നടക്കുന്നത് സിലിണ്ടറിന്റെ അകത്താണെങ്കിൽ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ കൂടാതെ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു IC എഞ്ചിനെയും ഒരു EC എഞ്ചിനെയും ഡിഫറെന്റ് ആക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മളൊരു IC എഞ്ചിന്റെയും ഒരു EC എഞ്ചിന്റെയും കമ്പാരിസൺ ആണ് പറയാൻ പോകുന്നത് കേട്ടോ. ഒരു IC എഞ്ചിന്റെയും EC എഞ്ചിന്റെയും കമ്പാരിസൺ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ്, രണ്ട് ടൈപ്പ് എഞ്ചിൻസിനെ രണ്ടായിട്ട് എടുക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് ബോൾഡായി മാർക്ക് ചെയ്തോടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് പറയാൻ പോകുന്ന സെന്റൻസിൽ ഫുള്ളായിട്ട് വായിക്കേണ്ട ഒരു അവസ്ഥ ഒന്നും വരുന്നില്ല. സോ ഫസ്റ്റ് എന്താ? കമ്പസ്റ്റിംഗ് ഫ്യൂൽ ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദി എഞ്ചിൻ സിലിണ്ടർ, കമ്പസ്റ്റിംഗ് ഫ്യൂൽ ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദി എഞ്ചിൻ സിലിണ്ടർ. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു തന്നെ ഈ ഫസ്റ്റത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത് പറയാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ IC എഞ്ചിന് ലെസ് സ്പേസ് മതി. കാരണം എന്താ? ഈ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന് മോർ സ്പേസ് വേണം. എന്തായിരിക്കും കാരണം? എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന് സിലിണ്ടറിന് പുറത്താണ് സ്റ്റീം ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ, ആ സ്റ്റീമാണ് അതിൽ ഒരു സ്റ്റീം എഞ്ചിൻ ആണെങ്കിൽ സ്റ്റീമാണ് സിലിണ്ടറിന്റെ അകത്തോട്ട് കടത്തിവിടുന്നത്. സോ കമ്പസ്റ്റൻ നടക്കാൻ വേണ്ടിയിട്ട് പുറത്തൊരു സാധനം കാര്യങ്ങളൊക്കെ വേണ്ടത് കൊണ്ട് അവിടെ സ്പേസ് കൂടുതലായിട്ട് വേണം, ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് കൂടുതലായിട്ട് വേണം. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ സിലിണ്ടറിന്റെ അകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് അവിടെ വലിയ കൂടുതലായിട്ടുള്ള സ്പേസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും വേണം എന്നില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താ അടുത്തത്? IC എഞ്ചിന്റെ കേസിലാണെങ്കിൽ ഡു നോട്ട് റിക്വയർ ബോയിലർ, ഫർണസ് ഓർ കണ്ടൻസർ, ലൈറ്റ് ആൻഡ് കോമ്പാക്ട്. അതായത് നമുക്കൊരു IC എഞ്ചിന് ബോയിലറോ ഫർണസോ കണ്ടൻസറോ കാര്യങ്ങളൊന്നും വേണ്ട. സോ ഇറ്റ് വിൽ ബി ലൈറ്റ് ആൻഡ് കോമ്പാക്ട്, ചെറിയ എഞ്ചിൻ ആയിരിക്കും. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ IC എഞ്ചിന് വളരെ ചെറുതായിരിക്കും, കോമ്പാക്ട് ഡിസൈൻ ആയിരിക്കും അല്ലെ. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു ബോയിലർ വേണം, ഫർണസ് വേണം, കണ്ടൻസർ വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഹെവി എഞ്ചിൻ ആയിരിക്കും, കംപ്രസർ ആയിരിക്കും. നമുക്കൊരു കോമ്പാക്ട് ഡിസൈൻ ആയിരിക്കില്ല, കുറച്ചൊരു പ്രയാസകരമായിട്ടില്ല, കുറച്ചൊരു ഇതായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഈസ് ഈസി ആൻഡ് ക്വിക്ക്. IC എഞ്ചിനിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ അതിനുള്ളിൽ തന്നെയാണ് കമ്പസ്റ്റൻ നടക്കുന്നത്, പെട്ടെന്ന് ക്രാങ്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ EC എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റീം ജനറേറ്റ് ചെയ്യണം. ആദ്യം സ്റ്റീം ജനറേറ്റ് ചെയ്താലുള്ളൂ നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. സോ സ്റ്റാർട്ടിങ് ഈസ് വെരി സ്ലോ ബിക്കോസ് സ്റ്റീം മസ്റ്റ് ബി ജനറേറ്റഡ് ഫസ്റ്റ്. സ്റ്റീമിനെ ഫസ്റ്റ് ജനറേറ്റ് ചെയ്യണം. അതാണ് എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിലെ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനല്ലേ. നെക്സ്റ്റ് വർക്കിംഗ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻസൈഡ് ദ എഞ്ചിൻ സിലിണ്ടർ ഇസ് വെരി ഹൈ. എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്തുള്ള വർക്കിംഗ് പ്രഷർ അല്ലെങ്കിൽ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം സിലിണ്ടറിന്റെ അകത്ത് തന്നെയാണ് കമ്പസ്റ്റൻ നടക്കുന്നത് അല്ലെ, അപ്പോൾ പ്രഷർ കുറച്ച് കൂടും. നെക്സ്റ്റ് അടുത്ത EC എഞ്ചിന്റെ കേസിലാവുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോ, കാരണം സിലിണ്ടറിന്റെ അകത്തല്ല കമ്പസ്റ്റൻ നടക്കുന്നത്, പുറത്താണ് കമ്പസ്റ്റൻ നടക്കുന്നത്. സോ ഇറ്റ് വിൽ ബി കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും എന്ത് വരിക? വർക്കിംഗ് പ്രഷറും ടെമ്പറേച്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. നെക്സ്റ്റ് അടുത്തത് സിൻസ് കമ്പസ്റ്റൻ ഒക്കേഴ്സ് ഇൻസൈഡ് സിലിണ്ടർ, സോ ഇറ്റ് വിൽ ബി വെരി നോയ്സി. നമ്മൾ എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്ത് തന്നെയാണ് കമ്പസ്റ്റൻ നടക്കുന്നത് കൊണ്ട് എഞ്ചിന്റെ വർക്കിംഗ് നോർമലി എന്തായിരിക്കും? നോയ്സ് കൂടുതലായിരിക്കും, വെരി നോയ്സി ആയിരിക്കും. നമ്മളൊരു EC എഞ്ചിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി സ്മൂത്ത് ആൻഡ് സൈലന്റ് ഓപ്പറേഷൻ. കാരണം കമ്പസ്റ്റൻ നടക്കുന്നത് സിലിണ്ടറിന്റെ അകത്തല്ല, പുറത്ത് വേറെ സ്ഥലത്ത് വെച്ചിട്ട് കമ്പസ്റ്റൻ നടന്നിട്ട് അവിടേക്ക് ആവശ്യമായിട്ടുള്ള എനർജി, സ്റ്റീം എനർജി ആണെങ്കിൽ സ്റ്റീം എനർജിയാണ് എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, തെർമൽ എഫിഷ്യൻസി ഈസ് ഹൈ ഇൻ IC എഞ്ചിൻ. ഇറ്റ് വിൽ അറൌണ്ട് 35 to 40%. അത് അറൌണ്ട് 35 to 40% ഉണ്ടായിരിക്കും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു. തെർമൽ എഫിഷ്യൻസി എന്തായിരിക്കും? എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ലോ ആയിരിക്കും അല്ലെ. ഇറ്റ്സ് എഫിഷ്യൻസി വിൽ ബി അറൌണ്ട് 15 to 20%. ആകെ ഒരു 15 മുതൽ 20% വരെയൊക്കെ എന്തുണ്ടാവുള്ളൂ? അതിന്റെ തെർമൽ എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു IC എഞ്ചിൻ EC എഞ്ചിന്റെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ പറഞ്ഞത്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ നെക്സ്റ്റ് അടുത്ത മൂവിങ് ടു നെക്സ്റ്റ് സെക്ഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഐ സി എഞ്ചിൻ. ഐ സി എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻസിലോട്ട് മൂവ് ചെയ്യാണ്. ഐ സി എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളൊരു എഞ്ചിനെ കുറിച്ചൊക്കെ ഇനി പഠിക്കാൻ പോകുമ്പോൾ ഡിഫറെന്റ് ഭാഗങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ആ എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ, കാരണം ചെറിയ ഏതെങ്കിലും ഒരു പാർട്ട് പറയുന്ന സമയത്ത് അത് ഈ ക്ലാസിഫിക്കേഷനിൽ ഈ ഒരു ഭാഗത്ത് വരുന്നതെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. സോ നമുക്ക് കുറച്ചധികം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അറൌണ്ട് 10 to 12 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് അതിന്റെ മെയിൻ എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബേസിക്സ് ആണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് പറയുന്നത് കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓരോ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഓരോന്നിനും സബ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ഫ്യൂൽ യൂസ്ഡ്, അതിൽ ഉപയോഗിക്കുന്ന ഫ്യൂലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓഫ് ഫ്യൂൽ യൂസ്ഡ്, അതിലുപയോഗിക്കുന്ന ഫ്യൂവലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദി ടൈപ്സ് ഓഫ് ഫ്യൂൽ യൂസ്ഡ്, ഫ്യൂവലിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ. പെട്രോൾ ഉണ്ട്, അതേപോലെ തന്നെ ഗ്യാസോലിൻ ഉണ്ട്, ഡീസൽ ഉണ്ട്, ഗ്യാസ് എഞ്ചിൻസ് ഉണ്ട്. അല്ലെങ്കിൽ പെട്രോൾ ഓർ ഗ്യാസോലിൻ എഞ്ചിൻസ്, നമുക്ക് പെട്രോൾ എഞ്ചിൻ പറയാം, ഡീസൽ എഞ്ചിൻ പറയാം, ഗ്യാസ് എഞ്ചിൻസ് പറയാം. ഗ്യാസ് എഞ്ചിൻസ് മീൻസ് CNG കാര്യങ്ങളൊക്കെ. ഇത് ഇനി എലാബറേറ്റ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ പെട്രോൾ എഞ്ചിനുകളിൽ നോർമലി പെട്രോൾ ആണ് ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കുന്നത്, ഡീസൽ എഞ്ചിനുകളിൽ ഡീസലാണ് ഫ്യൂൽ ഉപയോഗിക്കുന്നത്. അത്രേ പറയാനുള്ളൂ, അത് കൂടുതലൊന്നും പറയാനില്ല. CNG ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആക്കാം, അല്ലെങ്കിൽ LPG ആക്കാം. LPG ആദ്യം നമുക്ക് ഉപയോഗിച്ചിരുന്നു അല്ലേ, പക്ഷെ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ CNG എഞ്ചിൻസ് നിങ്ങൾക്ക് കുറെ അധികം കാണാൻ പറ്റും. മാനുഫാക്ചർ തന്നെ ഓൾറെഡി ഇപ്പൊ CNG എഞ്ചിൻസ് ഒക്കെ ഡയറക്റ്റ്ലി ഇറക്കാൻ തുടങ്ങി. ഗ്യാസോലിൻ എഞ്ചിൻ തന്നെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്, പെട്രോൾ ടു സിമിലർ ആണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ പെട്രോൾ പ്ലസ് CNG എന്നുള്ള രീതിയിൽ തന്നെ ഹൈബ്രിഡ് എന്ന് പറയാൻ പറ്റൂല, എങ്കിലും ഹൈബ്രിഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രണ്ട് പർപ്പസ് ഓഫ് ഫ്യൂൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് പെട്രോൾ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ട് റണ്ണിങ് അധികം വാഹനം എന്ത് ചെയ്യുന്നുണ്ട്, CNG-യിലാണ്. കുറച്ച് മൈലേജ് കാര്യങ്ങൾ കുറച്ച് കൂടുതൽ കിട്ടും. CNG-ക്ക് പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു വില കുറവുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ CNG വാഹനങ്ങൾ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഈ ടാക്സി കൂടുന്ന ആളുകൾ അധികം CNG വാഹനങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് എടുക്കുന്നത്. കാരണം കുറെ അധികം ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിൽ ചെറിയൊരു വിധത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ലാസ്റ്റ് ഒരു പ്രോഫിറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഫ്യൂൽ യൂസ്ഡ്, പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ നമുക്ക് പറയാം. സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് ഇഗ്നേറ്റിംഗ് ഓഫ് ഫ്യൂൽ. ഫ്യൂൽ ഇഗ്നേറ്റ് ചെയ്യുന്ന മെത്തേഡിനനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിനെ നമ്മൾ ഷോർട്ടായിട്ട് പറയാം SI എഞ്ചിൻ എന്നും CI എഞ്ചിൻ എന്നും പറയാം. സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്നും അതേപോലെ തന്നെ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ എന്നും പറയാം. സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം പെട്രോൾ എഞ്ചിനാണ് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻസ് തന്നെയാണ് നമ്മൾ ഡീസൽ എഞ്ചിൻ. കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ ഡീസൽ എഞ്ചിനുകളാണ്. അതായത് ഇവിടെ ഇഗ്നൈറ്റ് ചെയ്യുന്നത് ഒരു സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഇഗ്നിഷൻ നടക്കുന്നത്, നമ്മൾ ഇഗ്നൈറ്റ് ആവുന്നത് ഇതിന്റെ ഡീസലിനെ കംപ്രസ് ചെയ്യുന്ന ആ കംപ്രഷൻ പ്രഷർ ഉപയോഗിച്ചിട്ടാണ്. സോ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസും അതേപോലെ തന്നെ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻസും CI എഞ്ചിൻസ് അല്ലെങ്കിൽ SI എഞ്ചിൻസ് എന്ന് പറയാം. അല്ലേ, ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. മെത്തേഡ് ഓഫ് ദി ഇഗ്നൈറ്റിംഗ് ഓഫ് ദി ഫ്യൂൽ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. So the spark ignition engines are those engines in which the air fuel mixture in the combustion chamber is ignited with an electric spark generated by the spark plug. സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന സ്പാർക്ക് ഉപയോഗിച്ചിട്ട്, ഇലക്ട്രിക് സ്പാർക്ക് ഉപയോഗിച്ചിട്ടാണ് കമ്പസ്റ്റൻ എയർ ഫിൽ മിക്സ്ചർ കമ്പസ്റ്റൻ ചെയ്യുന്നത്. നമുക്ക് എയർ ഫിൽ മിക്സ്ചർ ഒക്കെ എങ്ങനെ വരുന്നു ഇതിൽ വർക്കിംഗ് ഒക്കെ നമ്മൾ പറയും കേട്ടോ, ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് പറയും. സോ അതാണ് എന്ത് പറയുന്നത്, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് പറയുന്നത് അല്ലെ. പെട്രോൾ എഞ്ചിൻസ് ഒക്കെ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് ആയിരിക്കും. നെക്സ്റ്റ് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻസ്. എന്താണ് കംപ്രഷൻ ഇഗ്നിഷൻ? ഇൻ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻസ് വേർ ദ injected fuel is ignited due to the high temperature and pressure, also pressure of the compressed air in the cylinder. നമ്മൾ ആ ഇഞ്ചക്ട് ചെയ്യുന്ന ഡീസൽ ഇഗ്നൈറ്റ് ആവുന്നത് എന്താണ്, ആ സിലിണ്ടറിന്റെ ഉള്ളിലുള്ള ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കാരണം. പ്രഷർ കൂട്ടുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ കൂടുന്നത്. നമ്മൾ കംപ്രഷൻ എന്ന് പറഞ്ഞ സ്ട്രോക്കിലാണ് അത് സംഭവിക്കുന്നത് അല്ലെ. സോ അതിനെയാണ് നമ്മൾ എന്താണ് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കുക. അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സ്ട്രോക്സ് പെർ സൈക്കിൾ. നമ്പർ ഓഫ് സ്ട്രോക്സ് പെർ സൈക്കിൾ, ഒരു സൈക്കിളിൽ എത്ര സ്ട്രോക്കുകൾ ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്, 4 സ്ട്രോക്ക് എഞ്ചിനും അതേപോലെ തന്നെ 2 സ്ട്രോക്ക് എഞ്ചിനും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാനുള്ളത് ഇത് 2 സ്ട്രോക്ക് എഞ്ചിനാണ്, ഇത് 2 സ്ട്രോക്ക് എഞ്ചിനാണ്, ഇത് 4 സ്ട്രോക്ക് എഞ്ചിനാണ്, ഇത് 4 സ്ട്രോക്ക് എഞ്ചിനാണ്. ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും എന്താണ് 2 സ്ട്രോക്ക് എഞ്ചിൻ, എന്താണ് 4 സ്ട്രോക്ക് എഞ്ചിൻ എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ പറയും. സോ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈക്കിളിൽ എത്ര സ്ട്രോക്ക് ഉണ്ടെന്ന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഒരു സൈക്കിളിൽ 4 സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്നും, ഒരു സൈക്കിളിൽ 2 സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, 2 സ്ട്രോക്ക് എഞ്ചിൻസ് എന്നും പറയുന്നു.
ക്ലിയർ ആണല്ലോ. ദ ഫോർ സ്ട്രോക്ക് എഞ്ചിൻസ് ആർ ദോസ് ഇൻ വിച്ച് all the events of the cycle are completed in four stroke of the piston. ഒരു ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് ആ ഫോർ സ്ട്രോക്ക് എഞ്ചിനിലെ എല്ലാ ഇവന്റുകളും, അതായത് ഇതിനുള്ളിൽ നടക്കാൻ പോകുന്ന എല്ലാ സ്ട്രോക്കുകളും കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൻ ഫോർ സ്ട്രോക്സ് അല്ലെ. അതിന്റെ ഉള്ളിൽ ഒരു സൈക്കിളിലെ എല്ലാ ഇവന്റ്സും കംപ്ലീറ്റ് ചെയ്യുന്ന 4 സ്ട്രോക്കുകൾ കൊണ്ടായതുകൊണ്ട് അതിനെ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നു. ദ ടു സ്ട്രോക്ക് എഞ്ചിൻസ് ആർ ദോസ് ഇൻ വിച്ച് ഓൾ ഇവന്റ്സ് ആർ കംപ്ലീറ്റഡ് ഇൻ 2 സ്ട്രോക്സ് ഓഫ് എഞ്ചിൻ. 2 സ്ട്രോക്ക്, 2 സ്ട്രോക്കിലാവുന്ന സമയത്ത് 2 സ്ട്രോക്കാണ് അല്ലെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഒരു സൈക്കിള് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എടുക്കുന്നത് 2 സ്ട്രോക്കാണ്. അതുകൊണ്ടാണ് അതിനെ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സിമ്പിൾ കാര്യങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. Then next, according to the cycle of operation, ഇത് നമുക്ക് കുറച്ചധികം ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയാനുണ്ട്. According to the cycle of operation, അതിൽ ഉപയോഗിക്കുന്ന നമ്മൾ ഓരോ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓരോ എഞ്ചിൻസും ഓപ്പറേറ്റ് ചെയ്യുന്ന സൈക്കിളെ ബേസ് ചെയ്തിട്ട് നമുക്ക് 3 ആയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഡുവൽ കമ്പഷൻ സൈക്കിൾ. ഡുവൽ കമ്പഷൻ സൈക്കിൾ നമുക്ക് മുന്നോട്ട് കൂടുതൽ പറയാനില്ല, എങ്കിൽ നമുക്ക് ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും നമുക്ക് പറയാനുണ്ട്. സോ ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് ഈ ആൾസോ നോൺ ആസ് കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ, ഞാൻ എങ്ങനെയാണെന്നില്ല ഇപ്പോൾ പറയും. ദെൻ ഡീസൽ സൈക്കിൾ ഈസ് നോൺ ആസ് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ. സോ 2 സൈക്കിളിനെ കുറിച്ച് നമ്മൾ ഇവിടുന്ന് വ്യക്തമായിട്ടൊന്ന് പഠിക്കും, ഓട്ടോ സൈക്കിളിനെ കുറിച്ചും ഡീസൽ സൈക്കിളിനെ കുറിച്ചും. ഇത് മെക്കാനിക്കലിന്റെ പാർട്ട് എടുക്കുന്ന സമയത്ത് മെക്കാനിക്കലിന്റെ പാർട്ടിൽ ഒരു IC എഞ്ചിൻ വരുന്നുണ്ട്. സോ IC എഞ്ചിന്റെ ഭാഗത്ത് നമ്മൾ ഈ ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും അതിന്റെ ഗ്രാഫൊക്കെ വരച്ചിട്ട് കറക്റ്റ് ആയിട്ട് PV ഡയഗ്രാം അതിൽ എന്തൊക്കെ പ്രോസസ് ആണുള്ളതെന്നൊക്കെ നോക്കിയിട്ട് പഠിക്കും. സോ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ഐഡിയ എന്തുണ്ടാക്കി തരിക, നിങ്ങൾ ഉണ്ടാക്കിക്കാണ്ട് പോവുക, അതാണ് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഓട്ടോ സൈക്കിൾ ഫസ്റ്റ് ആണ് ഓട്ടോ സൈക്കിൾ. എന്താണ് ഒരു ഓട്ടോ സൈക്കിൾ എന്നുള്ളത് നോക്കാം. എന്താണ് ഒരു ഓട്ടോ സൈക്കിൾ എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ ഒരു ഓട്ടോ സൈക്കിളിൽ എന്തെല്ലാം ഭാഗങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓട്ടോ സൈക്കിളിൽ ഭാഗങ്ങളല്ല, എന്തെല്ലാം സൈക്കിൾസ് അതിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത് ഒരു ഓട്ടോ സൈക്കിളിൽ. അപ്പൊ നമുക്ക് ഒരു ഓട്ടോ സൈക്കിൾ ഇവിടെ തന്നെ ഒരു 5 പോയിന്റ് ആക്കിയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ആ 5 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നമ്മൾ പറയുന്ന സമയത്ത് ഒരു 4 പ്രോസസ് എന്നുള്ള രീതിയിലേ പറയാറുള്ളൂ. 4 പ്രോസസ് എന്നുള്ള രീതിയാണ് പറയാറുള്ളത് കേട്ടോ. അപ്പൊ 4 പ്രോസസ് അത് ഏതൊക്കെയെന്നില്ല നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓരോ പ്രോസസ്, സെക്ഷൻ ഓഫ് എയർ ഫ്യൂൽ മിക്സ്ചർ ഇൻസൈഡ് ദി സിലിണ്ടർ. സെക്ഷൻ ഓഫ് എയർ ഫ്യൂൽ ഇൻസെർട്ട്. അപ്പൊ ഫസ്റ്റ് ഓട്ടോ സൈക്കിളിന്റെ ഫസ്റ്റ് സ്ട്രോക്കിൽ വരുന്നത് എയർ ഫ്യൂൽ മിക്സറിനെ ആ സിലിണ്ടറിന്റെ അകത്തോട്ട് സെക്ഷൻ ചെയ്തെത്തിക്കുന്നു. രണ്ടാമത്തെ കംപ്രഷൻ ഓഫ് മിക്സറിനെ കംപ്രസ് ചെയ്യുന്നു. മൂന്നാമത് ഇഗ്നീഷൻ ഓഫ് മിക്സ്ചർ ബൈ സ്പാർക്ക് പ്ലഗ് അല്ലെ, സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് ആ മിക്സ്ചറിനെ ഇഗ്നൈറ്റ് ചെയ്യിപ്പിക്കുന്നു. ദെൻ നാലാമത്തത് പവർ ഡെവലപ്പ് ചെയ്യുന്നത്. അഞ്ചാമത് എക്സോസ്റ്റ് ഓഫ് ബേൺഡ് ഗ്യാസിനെ പുറന്തള്ളുന്നു. ഈ 5 പ്രോസസ്സാണ് വരുന്നത് അല്ലെ. ഇനി ഞാനിവിടെ ഗ്രാഫ് വെച്ചിട്ടൊന്ന് പറയാം. ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഓട്ടോ സൈക്കിളിൽ നമ്മൾ പറയുന്ന സമയത്ത് സിംപ്ലി നമ്മൾ ഓട്ടോ സൈക്കിൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളാണ്. ഈ ഓട്ടോ സൈക്കിളിൽ 2 അഡിയബാറ്റിക് പ്രോസസ്സും 2 കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും ഇതാണ് ഇവിടെ നമുക്കുള്ളത്. 2 അഡിയബാറ്റിക് പ്രോസസ്സും 2 കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും ആണുള്ളത്. സോ ഇവിടെ നമുക്ക് ഇൻടേക്ക് സ്ട്രോക്ക് കാണാൻ പറ്റും. ഈ 0 to 1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. എന്ത് പറയുന്നത് 0 to 1 എന്ന് മാർക്ക് ചെയ്തതാണ് നമുക്ക് എന്താണ് ഇൻടേക്ക് സ്ട്രോക്ക്. ഇവിടെ മുതൽ അവിടെ വരെ ഇൻടേക്ക് സ്ട്രോക്ക് ആണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സെക്ഷൻ ഓഫ് എയർ ഫ്യൂൽ മിക്സർ ഇൻസൈഡ് ദ സിലിണ്ടർ അല്ലെ, 0 to 1. ദെൻ 1 to 2 എന്ന് പറയുന്നത് അഡിയബാറ്റിക് കംപ്രഷൻ. നമ്മൾ പറഞ്ഞ ഈ കംപ്രഷൻ ഓഫ് മിക്സ്ചറിനെ കംപ്രസ് ചെയ്യുന്ന പറഞ്ഞല്ലോ. സോ അഡിയബാറ്റിക് കംപ്രഷൻ 1 to 2 സമയത്ത് നോക്കുമ്പോൾ ഇത് PV ഡയഗ്രാം ആണ്. ഇവിടെ നമുക്ക് പ്രഷറാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ നമുക്ക് വോളിയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, 0 to 1 വരുന്ന സമയത്ത് വോളിയം കൂടുന്നു അല്ലെ. വോളിയം കൂടില്ല, ഇവിടെ എത്തുമ്പോൾ വോളിയം കൂടുന്നു. കാരണം സെക്ഷനിൽ നമ്മൾ പിസ്റ്റൺ TDC നിന്ന് PDCയിലോട്ട് ചലിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നിന്നും കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് വോളിയം കുറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ പ്രഷർ കൂടുന്നുണ്ട്. ഇവിടെ എത്തുന്ന സമയത്ത് ശരിക്കും V1 P1 എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഇവിടെ എത്തുന്ന സമയത്ത് V2 P2 എന്നുള്ള അവസ്ഥയായി. ഇവിടെ വോളിയം കൂടിയിട്ടുണ്ട്, വോളിയം കുറഞ്ഞിട്ടുണ്ട്, പ്രഷർ കൂടിയിട്ടുണ്ട്. സോ വോളിയം കൂടുമ്പോൾ പ്രഷർ അങ്ങനെ തന്നെയല്ലേ. വോളിയം കുറയുന്ന സമയത്ത് പ്രഷർ കൂടും, ഓട്ടോമാറ്റിക്കലി കൂടും. കംപ്രസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ കൂടും, വോളിയം കുറയും. നെക്സ്റ്റ് 2 to 3 ആണ് നമുക്ക് എന്ത് പറയുന്നത് ഹീറ്റ് അഡീഷൻ വരുന്നത് അല്ലെ. അത് കംപ്രഷൻ ഓഫ് മിക്സ്ചർ കഴിഞ്ഞാൽ ഇഗ്നീഷൻ ഓഫ് മിക്സ്ചർ ബൈ സ്പാർക്ക് പ്ലഗ്. ഇവിടെ ഹീറ്റ് 2 to 3 എന്ന് പറയുന്നത് ഹീറ്റ് അഡീഷൻ ആണ്. ഹീറ്റ് അഡീഷന്റെ കൂടെ ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കോൺസ്റ്റന്റ് വോളിയാണ്. ഇതിൽ വോളിയം ചേഞ്ച് ആയിട്ടുണ്ടോ? ഇല്ലല്ലോ, കോൺസ്റ്റന്റ് വോളിയം. സോ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ 2 to 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ. 3 അതേപോലെ തന്നെ 3 to 4 എന്ന് പറയുന്നത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ, നമ്മുടെ പവർ സ്ട്രോക്ക് അല്ലെ. ഇവിടെ പവർ ഇവിടെ ജനറേറ്റ് ആവുന്നത് ഈ ഒരു 3 to 4 സോ ദെൻ 4 to 1 എന്ന് പറയുന്നത് ഹീറ്റ് റിജക്ഷൻ ആണ്.
ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സോസ്റ്റ് ആയിട്ടുള്ള ഗ്യാസിന്റെ കാര്യങ്ങളൊക്കെ പുറന്തള്ളുക. ഇതും കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സാണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 1 to 2 എന്ന് പറയുന്നതും 3 to 4 എന്ന് പറയുന്നതും എന്തൊക്കെയാണ്? അഡിയബാറ്റിക് പ്രോസസ്സാണ്. ഈ 1 to 2 എന്ന് പറയുന്നതും 3 to 4 എന്ന് പറയുന്നതും അഡിയബാറ്റിക് പ്രോസസ്സാണ്. രണ്ട് പ്രോസസ്സ് കാണാൻ പറ്റിയല്ലോ. ഇവിടെ നമുക്ക് അടുത്തത് നമുക്ക് രണ്ട് പ്രോസസ്സുകൾ വേറെ ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് പ്രോസസ്സുകൾ നമുക്ക് വേറെ വരുന്നത്? അത് 2 to 3 അല്ലെ? എവിടെ നമുക്ക് 2 to 3 വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 to 3 വരുന്നുണ്ട്, 4 to 1 വരുന്നുണ്ട്. 2 to 3 വരുന്നുണ്ട്, 4 to 1 വരുന്നുണ്ട്. ഇവിടെ 2 to 3 ഇവിടെ വരുന്നുണ്ട്, അതേപോലെ തന്നെ 4 to 1 വരുന്നുണ്ട്. ഇവിടെ രണ്ട് പ്രോസസ്സുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ രണ്ട് പ്രോസസ്സുകൾ എന്താണ്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സാണ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സാണ്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് മനസ്സിലായിട്ട് രണ്ട് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും അതേപോലെ തന്നെ രണ്ട് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും അതേപോലെ രണ്ട് അഡിയബാറ്റിക് പ്രോസസ്സുമാണ് ഉള്ളത്. അഡിയബാറ്റിക് പ്രോസസ്സ് ഒരെണ്ണം അഡിയബാറ്റിക് കംപ്രഷൻ ആണ്, ഒരെണ്ണം അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ എങ്കിലും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് പ്രോസസ്സുകളാണ്. സോ ഇവിടെ നമുക്ക് രണ്ട് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആയതുകൊണ്ട് ഈ ഒരു സൈക്കിളിനെ നോർമലി പറയാറ് കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്നുകൂടി പറയാറുണ്ട്. ഇപ്പോൾ ഓട്ടോ സൈക്കിൾ എന്നതിന്റെ മറ്റൊരു പേര് ചോദിക്കണമെന്ന് പറയാം കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ. കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് പറയാറുണ്ട്. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും ഇങ്ങനെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകും കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ നഗരം. സോ അത് ഓട്ടോ സൈക്കിൾ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അതാണ് നമുക്ക് പറയാം കേട്ടോ. ദ എഞ്ചിൻ which works on the cycle is known as Otto cycle. These engines combustion take place at constant volume. All the fuel is burned instantly at explosion. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓട്ടോ സൈക്കിൾ വർക്ക് ചെയ്യുന്ന എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിൻ എന്ന് പറയാം. അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ വർക്ക്സ് ഓൺ ഡാഷ് സൈക്കിൾ, ഓട്ടോ, ഡീസൽ, റാങ്കൈൻ, ഡുവൽ കമ്പസ്റ്റിൻ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ജൂൾ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സൈക്കിളിന്റെ പേരുണ്ട് എടുത്തിട്ടുണ്ടാവും. സോ എന്ത് ചെയ്യുക, ഇതാണ് ഓട്ടോ സൈക്കിൾ മനസ്സിലാക്കുക. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഇവിടെ നമുക്ക് രണ്ട് അഡിയബാറ്റിക് പ്രോസസ്സും ഉണ്ട്, അതേപോലെ രണ്ട് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും ഉണ്ട്. ഓട്ടോ സൈക്കിൾ ഈസ് നോൺ ആസ് കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ ബിക്കോസ് ദ ഹീറ്റ് അഡീഷൻ occurred in constant volume. Constant volume heat addition, then constant volume heat rejection. Constant volume heat addition ആണ് ഒന്നുകൂടി എന്തുള്ളത് ഇമ്പോർട്ടന്റ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡീസൽ സൈക്കിളിലോട്ട് പോകുകയാണ്. ഡീസൽ വാഹനങ്ങൾ അല്ലെ, ഡീസൽ എഞ്ചിൻസ് വർക്ക് ചെയ്യുന്ന സൈക്കിളാണ് ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ എത്തുന്ന സമയത്ത് ചെറിയൊരു മാറ്റങ്ങളൊന്നും. ഇവിടെ സെക്ഷൻ ഓഫ് ദി എയർ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 to 2 എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൻ ഓഫ് എയർ only section of air only inside the cylinder. സിലിണ്ടറിനകത്തോട്ട് ഡീസൽ എഞ്ചിനിൽ എയർ മാത്രമാണ് കയറുന്നത്. നമ്മൾ അടുത്ത എഞ്ചിന്റെ വർക്കിംഗ് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടോ. ദെൻ കംപ്രഷൻ ഓഫ് എയർ ഉണ്ട്, അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ ഓഫ് ഫ്യൂവൽ ഉണ്ട്, പവർ ഡെവലപ്മെന്റ് ഉണ്ട്, ദെൻ എക്സോസ്റ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ തന്നെയാണ് 5 പോയിന്റ്സ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ സെക്ഷൻ ഇവിടെ കാണാൻ പറ്റും 1 to 2 ആണ്. 2 to 3 എന്ന് പറയുന്നത് അഡിയബാറ്റിക് പ്രോസസ് ആണ്. ഐസെൻട്രോപിക് പ്രോസസ് അഡിയബാറ്റിക് പ്രോസസ് ആണ്. ഒരെണ്ണം കംപ്രഷൻ ആണ്, ഒരെണ്ണം എക്സ്പാൻഷൻ ആണ്. ഇവിടെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? പവർ ലഭിക്കുന്ന സ്ട്രോക്ക് എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഇവിടെ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ പവർ ഉൽപ്പാദിപ്പിക്കുന്നത് എപ്പോഴാണ്? കോൺസ്റ്റന്റ് പ്രഷറിലാണ്. ഇവിടെ നോക്കൂ, പ്രഷർ ചേഞ്ച് ആവുന്നുണ്ടോ? വോളിയം ചേഞ്ച് ആവുന്നുണ്ട്. ഇവിടെ നിന്ന് ഇവിടം വരെ വോളിയം മാറുന്നുണ്ട് അല്ലെ, വോളിയത്തിന് ചേഞ്ച് ആവുന്നുണ്ട്. സോ ഇവിടെ പ്രഷർ ചേഞ്ച് ആവുന്നില്ല. സോ ഡീസൽ സൈക്കിളിനെ നമ്മൾ പറയാറുള്ളത് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നാണ്. കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എഞ്ചിൻസ് ആണ്. കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എഞ്ചിൻസ് ആണ്. ക്ലിയർ ആണല്ലോ? സോ എഞ്ചിൻ വർക്ക്സ് ഓൺ ദി നോൺ ആസ് ഇസ് ഡീസൽ സൈക്കിൾ. ഇവിടെ കോൺസ്റ്റന്റ് വോളിയത്തിലാണ് കേട്ടോ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്. പക്ഷേ ഹീറ്റിന്റെ അഡീഷൻ നടക്കുന്ന ആ കമ്പസ്റ്റൻ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലായതുകൊണ്ടാണ് ഇതിന് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ രണ്ട് അഡിയബാറ്റിക് പ്രോസസ്സുകൾ ഉണ്ടാവും അല്ലെ, രണ്ട് അഡിയബാറ്റിക് പ്രോസസ്സുകൾ ഉണ്ടാവും. അഡിയബാറ്റിക് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. അഡിയബാറ്റിക് പ്രോസസ്സ് ഉണ്ടാവും. ഒരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും ഉണ്ടാവും അല്ലെ. അതായത് നമ്മളെ ഈ ലാസ്റ്റ് പ്രോസസ്സ് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് എന്ന് പറയുന്നത് ഇവിടെ കാണാലോ. ദെൻ ഒരെണ്ണം കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സും ഉണ്ടാവും. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സും ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഒരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സും ഉണ്ടാവും. സോ ഇതാണ് നമ്മളെ എന്ത് വരുന്നത്? ഡീസൽ സൈക്കിളിന്റെ പ്രോസസ്സുകൾ വരുന്നത്. സോ ഇത് ഡീസൽ സൈക്കിൾസ് വർക്ക് ചെയ്യുന്നത് ഡീസൽ സൈക്കിളിൽ വർക്ക് ചെയ്യുന്നതാണ് ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആയതുകൊണ്ട് ഇതിനെ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എഞ്ചിൻ എന്നും നോർമലി പറയാറുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? ദെൻ നെക്സ്റ്റ് അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ സൈക്കിളിനെ ബേസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോവാണ് അക്കോർഡിംഗ് ടു ദി കൂളിംഗ് സിസ്റ്റം.
അക്കോർഡിംഗ് ടു ദി കൂളിംഗ് സിസ്റ്റം യൂസ്ഡ്. കൂളിംഗ് സിസ്റ്റം യൂസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്. അക്കോർഡിംഗ് ടു ദി കൂളിംഗ് സിസ്റ്റം യൂസ്ഡ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എയർ കൂൾഡ് എഞ്ചിൻ, രണ്ടാമത്തെ എന്ന് പറയുന്നത് ലിക്വിഡ് കൂൾഡ് ഓർ വാട്ടർ കൂൾഡ് എഞ്ചിൻ. അക്കോർഡിംഗ് ടു ദി കൂളിംഗ് സിസ്റ്റം യൂസ്ഡ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എയർ കൂൾഡ് എഞ്ചിൻ അല്ലെങ്കിൽ വാട്ടർ കൂൾഡ് എഞ്ചിൻ. ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ അല്ലെങ്കിൽ വാട്ടർ കൂൾഡ് എഞ്ചിൻ എന്ന് പറയാം. എന്തായിരിക്കും? എയർ കൂൾഡ് എഞ്ചിൻ ഈസ് കൂൾഡ് ബൈ ആൻ എയർ, അല്ലെ? എയറിന് ബേസ് ചെയ്ത് നമുക്ക് കൂളിംഗ് സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. പക്ഷെ എങ്കിലും ക്ലാസിഫിക്കേഷൻ പറയുന്ന സമയത്ത് നമ്മൾ സിമ്പിൾ ആയിട്ടൊന്ന് പറയുന്നു കേട്ടോ. അതായത് സർഫസിലുള്ള എയർ, അറ്റ്മോസ്ഫിയറിലുള്ള എയർ ഉപയോഗിച്ചിട്ട് കൂൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എയർ കൂൾഡ് എഞ്ചിൻ എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ദി എഞ്ചിൻ കണ്ടെയ്ൻസ് ഫിൻസ് അറൌണ്ട് ദി സിലിണ്ടേഴ്സ്. ഫിൻസ് അല്ലെ, സിലിണ്ടറിന്റെ ചുറ്റുഭാഗത്ത് കുറെ ഫിൻസ് കൊടുത്തിട്ടുണ്ടാവും. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫിൻസ് കൊടുത്തിട്ടുള്ളത്. സിലിണ്ടർ ഹെഡിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് എന്താ പറയാ, ഇതാണ് നമ്മുടെ എയർ കൂൾഡ് എഞ്ചിൻ എന്ന് പറയുന്നത് അല്ലെ. ദെൻ വാട്ടർ കൂൾഡ് എഞ്ചിൻ ആകുമ്പോഴോ അല്ലെങ്കിൽ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിലോ നമുക്ക് അതിന് എക്സ്ട്രാ അഡീഷണൽ ഒരു റേഡിയേറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒരു പമ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. രണ്ട് ടൈപ്പ് വാട്ടർ കൂളിംഗ് ആണ് ഉള്ളത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൂളിംഗ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. സോ എയർ കൂൾഡ് എഞ്ചിൻസ് ആർ കൂൾഡ് ബൈ എയർ. ദിസ് ടൈപ്പ് ഓഫ് എഞ്ചിൻ ക്യാൻ ഫിൻസ് അറൌണ്ട് ദി സിലിണ്ടർ ഹെഡ്സ് എക്സോസ്റ്റ് പോർട്ട് ഇൻക്രീസ് ദ ബെറ്റർ ഫോർ റേഡിയേഷൻ ഓഫ് ഹീറ്റ് അല്ലെ. ഇപ്പൊ പറയുന്നത് ഒരു എയർ കൂളിംഗിന്റെ ഫിഗർ ആണ്. നമുക്ക് ഇവിടെ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിൻസ് പറയുന്നത് അല്ലെ. കാരണം നമുക്കറിയാം നമ്മൾ ചെറിയൊരു സർഫസിൽ ഹീറ്റ് ചെയ്യുന്നതും വലിയൊരു സർഫസിൽ ഹീറ്റ് ചെയ്യുന്നത്, സർഫസ് ഏരിയ കൂട്ടുക. നമുക്ക് ഇവിടെ എയർ കൂളിംഗിന്റെ ഇത് കൂട്ടണമെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ ഈ ഒരു ഇത്ര വലുപ്പമുള്ളൊരു സംഭവം, ഒരു മെറ്റൽ പാർട്ട് ഞാൻ ചൂടാക്കുകയാണ്. ഇപ്പൊ ചൂടാക്കുന്ന സമയത്ത് ഇത് ഹീറ്റ് ആവും. ഇത് ഹീറ്റ് പുറത്തോട്ട് ഏറ്റവും പെട്ടെന്ന് ഡിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഏരിയ കൂട്ടുക. അപ്പൊ ഏരിയ കൂട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ കുറെ ഫിൻസിനെ വെച്ചു കൊടുത്തു അല്ലെ. അപ്പൊ ഈ ഫിൻസിലൂടെ ഒക്കെ ഹീറ്റ് വന്നിട്ട് എന്ത് ചെയ്യും, വലിയ ഏരിയ ആയിട്ട് മാറി. അതാണ് ഒരു കാര്യം. അപ്പൊ അതാണ് നമ്മുടെ എയർ കൂളിന്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഫാൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഫാൻ വെച്ചിട്ട് അങ്ങനെ അധികം അടിക്കുക. അപ്പൊ മാസ് ഫ്ലോ റേറ്റ് കൂട്ടുക അല്ലെ, മാസ് ഫ്ലോ റേറ്റ് കൂട്ടുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. സോ എയർ കൂൾ എഞ്ചിൻസ് പറഞ്ഞാൽ ഡയറക്റ്റ് എയർ കൂളിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വാട്ടർ കൂൾ എഞ്ചിൻസ് പറഞ്ഞാൽ അല്ലെങ്കിൽ ലിക്വിഡ് കൂൾസ് ആണ്. ഇവിടെ ഒരു കമ്പസ്റ്റൻ ഇതിലുള്ള ഈ ഒരു സിലിണ്ടറിന് ചുറ്റും ഒരു റേഡിയേറ്ററും ഒരു വാട്ടർ ജാക്കറ്റും കാര്യങ്ങളും അല്ലെ, വാട്ടർ ജാക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുണ്ടായിരിക്കും. നമ്മൾ കൂളിംഗ് സിസ്റ്റത്തിന്റെ ഭാഗത്ത് നമുക്ക് അത് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് അനുസരിച്ച്, സിലിണ്ടറുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിലിണ്ടറുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻസ്, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ്. ഫസ്റ്റ് വൺ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻസ്, രണ്ടാമത്തത് മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ്. സിംഗിൾ സിലിണ്ടർ എന്തായിരിക്കും, ഒരു സിലിണ്ടർ അല്ലെ. അത് ചെറിയ എഞ്ചിൻസിലൊക്കെയാണ് നോർമലി ഒരു സിലിണ്ടർ ആയിട്ടുള്ള എഞ്ചിൻ ഉണ്ടായിരിക്കുക, നോർമലി ഒരു സിലിണ്ടറാണ് ഉണ്ടായിരിക്കുക. ദെൻ മൾട്ടി സിലിണ്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒന്നിൽ കൂടുതൽ എഞ്ചിൻസ് ഉണ്ടാവും അല്ലെ. വലിയ എഞ്ചിൻസിൽ ഒന്നിൽ കൂടുതൽ എഞ്ചിൻസിനെയാണ് നമ്മൾ മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ് പറയുന്നത്. സിമ്പിൾ ആണ്. ഒരു എഞ്ചിൻ ഉണ്ടാവും, ഒരു സിലിണ്ടറേ ഉണ്ടാവുള്ളൂ. മൾട്ടി സിലിണ്ടർ ആകുമ്പോൾ ഒന്നിൽ കൂടുതൽ സിലിണ്ടേഴ്സ് ഉണ്ടാവും. അത്രേ ഉള്ളൂ ഇതിൽ പറയാനുള്ളത്.